ഞാനിതാ അവതരിക്കാൻ തീരുമാനിച്ചു. എന്തിന്? ഭൂമിയിലുള്ള സമസ്ത ജീവജാലങ്ങളുടെയും ദുഃഖം പരിപൂർണമായി ബേൺ ചെയ്ത് കത്തിച്ച് കളഞ്ഞ് ഇവരെ സന്തോഷ സംതൃപ്ത ജീവിതത്തിലേക്ക് നയിക്കാൻ ശ്രദ്ധിക്കണം. സമ്പൂർണ്ണ സംരക്ഷണത്തിന്, സമ്പൂർണ്ണ ജ്ഞാനാവതാരം. എന്തിനാണ്? സമ്പൂർണ്ണ സംരക്ഷണത്തിന് സമ്പൂർണ്ണ ജ്ഞാനാവതാരം. ഇനി എവിടെ കൃഷ്ണാവതാരം എന്ന് കേൾക്കുമ്പോഴും സമ്പൂർണ്ണ ജ്ഞാനാവതാരം. അപ്പൊ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗാവിന്ദതി ഇതി ഗോവിന്ദ. ശബ്ദബ്രഹ്മമായി പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് ഗോവിന്ദൻ. അപ്പൊ ഈ ഗോവിന്ദനാണ് ഗോപാലനായി അവതരിച്ചിരിക്കുന്നത്. ഇത് പറയുമ്പോഴാണ് കഴിഞ്ഞ ആഴ്ച പ്രധാനമന്ത്രിയുടെ ഒരു ഇൻ്റർവ്യൂ എനിക്ക്. ആ പ്രധാനമന്ത്രിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം കുറേ ആൾക്കാരോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം മൃഗങ്ങളെ കുറിച്ചിട്ടാണ് പ്രധാനമന്ത്രിയോട് സംസാരിച്ചത്. ഏകദേശം 30 മിനിറ്റോളം സംസാരിച്ചു. അവരുടെ ചർച്ചയിൽ എല്ലാ മൃഗങ്ങളെക്കുറിച്ചും സംസാരിച്ചു. പശുവിനെക്കുറിച്ച് സംസാരിച്ചില്ല. അപ്പോഴാണ് എൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആ ഗാഹ്യത മനസ്സിലായത്. ഭാരത ജനതയുടെ ഹൃദയമാണ്, അവരുടെ കുടുംബാംഗങ്ങളാണ് ആര്? ഗോമാതാവ്, പശു. അപ്പോൾ ഗോവിന്ദനാണ് കൃഷ്ണോസ്തു ഭഗവാൻ സ്വയം ഗോപാലനായി അവതരിച്ചതെങ്കിൽ നിങ്ങളിത് കേൾക്കുന്ന നിങ്ങളെങ്കിലും ഒരു ശ്രീകൃഷ്ണ ഭക്തന്മാരും ഒരിക്കലും ഗോമാതാവിനെ കൊന്നു തിന്ന് കുഴിച്ചിടേണ്ട ശവം വയറ്റിനകത്തോട്ട് കയറ്റരുത്. സാക്ഷാ നാരായണൻ തന്നെ ശ്രീനാരായണ ഗുരുദേവനായിട്ട് ഇവിടെ അവതരിച്ചിട്ട് പറയുന്നു, കൊല്ലാവ്രതം ഉത്തമമാമതിലും ശവം തിന്നാവ്രതം അത്രേ അത്യുത്തമം എന്ന്. അത് ജീവകാരുണ്യ പഞ്ചകം എന്നുള്ള ഗുരുദേവ കൃതി എടുത്തു നോക്കിയാൽ വിശദമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ശരി, ഇനി ശ്രദ്ധിക്കണം, ഈ മഹാവിഷ്ണു ഈ ഭൂമിയിൽ